Hi all, welcome to Inspire Technical PSC. അപ്പോൾ ഇന്നത്തെ ഈ സെക്ഷനിൽ വരാനുള്ള പ്രധാന കാരണം ഒരു ജസ്റ്റ് ഇൻഫോ വീഡിയോ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ LSGD ഓവർസിയർ ഗ്രേഡ് 3 പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മീൻസ് അതിന്റെ എക്സാമിനേഷൻ നവംബർ മാസം 8-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ലൈബ്രറി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തികച്ചും ഫ്രീ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് ഇതിന് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്, എന്നാലും ജസ്റ്റ് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാം എന്ന രീതിയിൽ നമ്മളൊരു ഇൻഫോ വീഡിയോ പാസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പണ്ടുള്ള എക്സാമിൽ നിന്ന് വിഭിന്നമായിട്ട് കൃത്യമായ ഒരു സിലബസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇന്ന് വന്ന കലണ്ടറിൽ തന്നെ PSC അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന ഭാഗത്തു നിന്ന് ഇത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഗൈഡ് ലൈൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കുറച്ചും കൂടെ ഒരു എന്താ പറയാ കറക്റ്റ് ആക്കാനും നമുക്കിത് സഹായിക്കും. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ കഴിഞ്ഞ എക്സാം കണ്ടപ്പോൾ നമുക്ക് അറിയാം, വെറുതെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചതുകൊണ്ട് നമുക്കിവിടെ കാര്യമില്ല. ഇത് കൃത്യമായ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ്സ് മൊത്തം നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവണം, മനസ്സിലായിട്ട് ഉണ്ടാവണം. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കൃത്യമായി തന്നെ നോക്കി പഠിക്കണം. അതായത് ബി എ ടട്ടിൽ എന്നാണ് പറയുക അല്ലെ, അതായത് ഒരു റാബിറ്റ് ആൻഡ് ടട്ടിലിന്റെ സ്റ്റോറി നമുക്കറിയാം. നമ്മൾ ഒരു അവസാനത്തെ 2 മാസം ഓടിപ്പാഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൃത്യമായ ഒരു വിജയത്തിലേക്ക്, നമ്മൾ അർഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ഈ ഒരു 2 മാസം വിനിയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്പയർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷന്റെ മുകളിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണാം. ഈ ഏരിയയിൽ നിങ്ങൾക്ക് പുതിയതായിട്ടാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിനുശേഷം ആക്ടിവേഷന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ്. നോർമലി അത് അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ എന്താവും, നോർമലി ആക്ടിവേറ്റ് ആയിക്കോളും. കാരണം ഒരു ഫ്രീ കോഴ്സ് ആയതുകൊണ്ട് മാനുവൽ ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ ടൈം ഡിലേ വരുന്നത്. ചിലപ്പോൾ ഒരു 1 or 2 hour അതിന് എടുത്തേക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലോഗിൻ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വീഡിയോ ഗാലറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ഇത് മുമ്പ് നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, സിവിൽ എഞ്ചിനീയറിംഗിൽ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇയർ വൈസ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതിന്റെ ഫൈനൽ ആൻസർ കീയും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഹോം പേജ് തന്നെ മോഡൽ പേപ്പേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അതിലേക്ക് ജസ്റ്റ് പോയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഇതിന്റെ സെക്ഷനിൽ വന്ന്. ഞാൻ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഇതിന്റെ റെക്കോർഡ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ഒരിക്കലും വെറുതെ ആവില്ല, ഒരിക്കലും ഡിമോട്ടിവേറ്റ് ആവരുത്. KW എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോയി എന്ന് അറിഞ്ഞു. പക്ഷെ അതിന് ആവശ്യമില്ല, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. അപ്പൊ അതിലൊന്നും വറീഡ് ആവേണ്ട. എക്സാമുകളുണ്ട്, അവസരങ്ങളുണ്ട്. അപ്പോൾ ഇറ്റ് വിൽ കം. ഓക്കെ, അത് ഒരു കൃത്യമായി വരേണ്ട ഒരു സാധനമാണ്, അത് കറക്റ്റ് വന്നോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.